സോമനാഥം ആക്രമിച്ചു. സോമനാഥം ഗസ്നി ആക്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഗസ്നി സോമനാഥം മാത്രമല്ല ആക്രമിച്ചത്, സോമനാഥത്തെ കൂടാതെ അദ്ദേഹം ഉത്തരേന്ത്യയിലെ പല പല ക്ഷേത്രങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് വന്നു. 13 തവണയോ മറ്റോ അദ്ദേഹം അഫ്ഗാനിൽ നിന്ന് ഇവിടേക്ക് പടയോട്ടം നടത്തി എന്നാണ് പറയുന്നത്. ഈ 13 വട്ടം അദ്ദേഹം പടയോട്ടം നടത്തുന്നത് വാസ്തവത്തിൽ ക്ഷേത്രം ആക്രമിച്ച് കാഫിറുകളെ ഇല്ലാതാക്കാനൊന്നും വേണ്ടിയിട്ടല്ല, പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി. കാരണം മധ്യകാല ഇന്ത്യയിലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് അധികാരത്തിൻ്റെയും ഭക്തിയുടെയും മതത്തിൻ്റെയും കേന്ദ്രങ്ങൾ എന്നതിനേക്കാളൊക്കെ സമ്പത്തിൻ്റെ കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് സമ്പത്തിന് വേണ്ടിയല്ല എല്ലാ പടവാച്ചിലുകളും ക്ഷേത്രത്തിൽ എത്തുമായിരുന്നു. അമ്പലം കൊള്ളയടിക്കാനായിട്ട് ഒരു സ്ഥിരം സൈനിക സംവിധാനത്തെ ഉണ്ടാക്കി ആ സൈനിക സംവിധാനത്തിന്റെ തലവനെ ദേവോത്പദന നായകൻ എന്ന സ്ഥാനപ്പേര് കൊടുത്ത് സ്വന്തം രാജസഭയിൽ അംഗമായി നിലനിർത്തിയിരുന്ന ചക്രവർത്തി കാശ്മീരിലെ ഹിന്ദു ചക്രവർത്തിയായ ഹർഷനാണ്. മൂപ്പരുടെ പ്രധാന ജോലി അമ്പലം കൊള്ളയടിക്കല. അതിനൊരു സൈനിക സംഘമുണ്ട്, നമ്മൾ മദ്രാസ് റെജിമെന്റ് എന്നൊക്കെ പറയില്ലേ. അമ്പലക്കൊള്ളയ്ക്ക് ഒരു സംഘം ഉണ്ടാക്കി. ഇത് ചെയ്യുന്നത് ഹിന്ദു ചക്രവർത്തിയാണ്. കാരണം വേണ്ടത്ര പണമുണ്ട്. ഇങ്ങനെ മതത്തെ മുൻനിർത്തിയൊന്നുമല്ല ഈ യുദ്ധങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ടിപ്പു വലിയ മതദ്രോഹിയാണ് എന്ന് പറയും. ശൃംഗേരിയിലെ മഠാധിപതിക്ക് ടിപ്പു എല്ലാ പിന്തുണയും കൊടുത്തിരുന്നു, ധാരാളം പണം കൊടുത്തു. എത്ര രേഖകൾ വേണമെങ്കിലും ലഭ്യമാണ് ടിപ്പു പണം കൊടുത്തത്. അതേസമയം മലബാറിലെ ക്ഷേത്രങ്ങൾ ടിപ്പു ആക്രമിച്ച് തകർക്കുകയും ചെയ്തു, നിരന്തരമായി തകർത്തു. ഇതിനൊരു കാരണമുണ്ട്. മതം ടിപ്പുവിൽ പ്രവർത്തിച്ചിരുന്നോ ഇല്ലേ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, മറിച്ച് ശൃംഗേരിയെ സഹായിക്കുകയും മലബാറിലെ ക്ഷേത്രങ്ങൾ തകർക്കുകയും ചെയ്യുന്നതിന് പുറകിൽ ശൃംഗേരിയിലെ മഠാധിപതി ഉടനീളം ടിപ്പുവിനോടൊപ്പം നിന്നു ബ്രിട്ടീഷുകാർക്കെതിരെ. മലബാറിലെ ജന്മി പ്രമാണിമാർ, ക്ഷേത്രോടമസ്ഥന്മാർ ടിപ്പുവിനെതിരെ ബ്രിട്ടീഷുകാർക്കൊപ്പമാണ് നിന്നത്. ഈ വസ്തുതയെ മറച്ചു വച്ചിട്ട് നമ്മൾ ടിപ്പു ക്ഷേത്രാക്രമണകാരിയാണ് എന്ന് പ്രചരിപ്പിച്ചു. എത്ര കൊടിയ വിദ്വേഷമാണ് വാസ്തവത്തിൽ ടിപ്പുവിനെ മുൻനിർത്തി ഈ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിൽ പാകിയിട്ടുള്ളത്. വാസ്തവത്തിൽ ഇന്ത്യയുടെ ആധുനികതയുടെ ആദ്യത്തെ അവതാരകന്മാരിൽ ഒരാൾ ടിപ്പുവാണ്. ഭൂമിക്ക് കരം പിരിക്കാൻ തുടങ്ങി, ആധുനികമായ ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാക്കി, ഈ ചുരങ്ങളൊക്കെ വെട്ടിത്തെളിച്ച് യാത്രായോഗ്യമാക്കി, വലിയ സാങ്കേതിക വിദ്യാ വികാസത്തിന് വേണ്ട ശ്രമം നടത്തി. ഞാൻ ഒരിടത്ത് വായിച്ചത് ഫ്രാൻസിൽ നിന്ന് വരുത്തിയ തോക്കുകൾ, മൈസൂരിലുള്ള തോക്കുകളുടെ നിലവാരമില്ല എന്ന് പറഞ്ഞ് ടിപ്പു തിരിച്ചയച്ചിട്ടുണ്ടെന്നാണ്. നെപ്പോളിയനുമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ സൈനിക സഖ്യം ആലോചിച്ച ആളായിരുന്നു ടിപ്പു. നിർഭാഗ്യവശാൽ നെപ്പോളിയൻ അവിടെ തോറ്റു, ടിപ്പു ഇവിടെയും പരാജയപ്പെട്ടു. പക്ഷെ ഇതെല്ലാം ചരിത്രത്തിൽ മറച്ചു വയ്ക്കപ്പെട്ടു. ഇന്ന് ചരിത്രത്തിൽ അവശേഷിക്കുന്നത് എന്താന്ന് വെച്ചാൽ ടിപ്പുവിന്റെ ക്ഷേത്രാക്രമണത്തിന്റെ കഥ മാത്രം. വാസ്തവത്തിൽ 18ഉം 19ഉം നൂറ്റാണ്ടെടുത്താൽ ബ്രിട്ടീഷുകാർക്ക് മുമ്പിൽ തലകുനിക്കാതെ നിൽക്കുന്ന അത്യപൂർവം ഇന്ത്യൻ ഭരണാധികാരികളിൽ ഒരാളുടെ പേര് ടിപ്പു സുൽത്താൻ എന്നാണ്. നമ്മൾ ഈ കൊണ്ടാടുന്ന പഴശ്ശിരാജ ഉണ്ടല്ലോ, ഞാൻ അദ്ദേഹത്തെ കുറ്റം പറയല്ല, അദ്ദേഹം ധീരമായി പോരാടി. പക്ഷെ ആദ്യം കമ്പനിയുടെ കൂടെ ആയിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ ആയിരുന്നില്ല പഴശ്ശിയുടെ യുദ്ധം. പഴശ്ശിയുടെ യുദ്ധം കുറുമ്പർനാട്ട് താലൂക്കിൽ കരം പിരിക്കാൻ അവകാശം കിട്ടാത്തതുകൊണ്ടാണ്. അല്ലാതെ ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചാൽ പഴശ്ശിക്ക് ദേഷ്യമൊന്നും ഉണ്ടായിട്ടില്ല. ടിപ്പു പക്ഷേ ബ്രിട്ടനുമായിട്ട് ഒരു തീർപ്പിനും പോകാത്ത ആളാണ് എന്ന കാര്യം ഇന്ന് ആരോർക്കുന്നു? പഴശ്ശി ബ്രിട്ടീഷുകാരുടെ കൂടെയായിരുന്നു എന്നുള്ള കാര്യം ആരോർക്കുന്നു? മഹാഭാരതത്തിന് ആദ്യം വിവർത്തനം വന്നത് പേർഷ്യൻ ഭാഷയിലാണ്, അക്ബറാണ് കൊണ്ടുവന്നത്. അത് സമ്പൂർണ്ണ വിവർത്തനമാണ്. 1,00,000 ശ്ലോകങ്ങളെ 1,00,000 ശ്ലോകങ്ങളായി തന്നെ നിലനിർത്തി അത് വിവർത്തനം ചെയ്തു എന്നുള്ള കാര്യം ആരോർക്കുന്നു? ഈ മറവിയുടെ പേരാണ് വർഗീയതയുടെ പ്രത്യയശാസ്ത്രം.